സുഹൃത്തുക്കളെ, ഒരു വിദേശ കമ്പനി 13,000 കോടി രൂപ വിഴിഞ്ഞം തുറമുഖത്ത് നിക്ഷേപിച്ചു എന്ന ധാരണയിൽ കേരളം ഇന്ന് ആഘോഷത്തിമിർപ്പിലാണ്. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്ത് ₹1 പോലും അധിക നിക്ഷേപം നടക്കുന്നില്ല എന്നതാണ് സത്യം. അതിനാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരിശോധന നടത്തുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. കേരള സർക്കാരിൻ്റെയും അദാനിയുടെയും കൂട്ട് ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞം തുറമുഖ കമ്പനിയിൽ അദാനിക്കുണ്ടായിരുന്ന 26% ഷെയറിൻ്റെ 49% ഒരു വിദേശ കപ്പൽ കമ്പനി 13,000 കോടി രൂപയ്ക്ക് വാങ്ങി എന്നുള്ളത് ശരിയാണ്. ഈ ഓഹരി കൈമാറ്റത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും ഇതിൽ ദുരൂഹതയുണ്ട് എന്നും ഉള്ള ചർച്ചകൾ ഇന്ന് സജീവമാണ്. ആ ചർച്ചയിൽ പങ്കെടുക്കുവാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് 13,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായി എന്നുള്ള ധാരണ തീർത്തും തെറ്റാണ് എന്ന കാര്യം പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഈ വിഷയം മനസ്സിലാകണമെങ്കിൽ ഷെയർ മാർക്കറ്റിലെ ഷെയറുകളുടെ കൈമാറ്റത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന ധാരണ ഉണ്ടാകണം. ഒരു കമ്പനി പുതുതായി രൂപീകരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഷെയറും അതുപോലെ തന്നെ നിലവിലുള്ള കമ്പനികൾ അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ വേണ്ടി പുതുതായി പുറപ്പെടുവിക്കുന്ന ഷെയറും വാങ്ങിക്കുകയാണെങ്കിൽ ആ വാങ്ങിക്കുവാൻ ഉപയോഗിക്കുന്ന അത്രയും പണം സമ്പദ് വ്യവസ്ഥയിൽ അധിക നിക്ഷേപമായി വരുന്നു. എന്നാൽ നിലവിലുള്ള ഒരു കമ്പനിയുടെ ഒരു ഷെയർ ഉടമയിൽ നിന്നും മറ്റൊരാൾ വാങ്ങുകയാണെങ്കിൽ അത് ഷെയറിൻ്റെ കൈമാറ്റമാണ്. അതിന് അയാൾ ഉപയോഗിക്കുന്ന പണത്തെ നിക്ഷേപം എന്ന അർത്ഥം ഇല്ല. അവിടെ ഷെയറുകളുടെ കൈമാറ്റം ആണ് നടക്കുന്നത്. ₹1 പോലും ഷെയറുകളുടെ കൈമാറ്റം നടക്കുമ്പോൾ അതിലൂടെ ₹1 പോലും നിക്ഷേപം രാജ്യത്ത് ഉണ്ടാകുന്നില്ല. ഇതാണ് ഈ സാങ്കേതിക പ്രശ്നത്തെ സംബന്ധിച്ച് ഇതാണ് ഈ സാങ്കേതിക പ്രശ്നം. സാങ്കേതിക വിഷയത്തിൻ്റെ വ്യാഖ്യാനം അതാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരിയുടെ കൈമാറ്റം നടന്നതിലൂടെ കേരളത്തിൽ ₹1 പോലും അധിക നിക്ഷേപം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നിർഭാഗ്യവശാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു വിഷയമാണിത്. അതുകൊണ്ട് അവർ തെറ്റിദ്ധരിക്കുന്നത് ക്ഷന്തവ്യമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളും അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ അവർ ഈ വിഷയം എഴുതിയും ഓഡിയോയിൽ കൂടെയും വീഡിയോയിൽ കൂടെയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചിലരെ അത് ബോധപൂർവം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. ചിലരെ ബോധപൂർവം അല്ലാതെ അവരുടെ റിപ്പോർട്ടിങ്ങിലൂടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. പൊതുവെ ജനങ്ങൾ ഈ മാധ്യമങ്ങൾ മൂലം വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ധരിച്ചിരിക്കുന്നത് ഇവിടെ 13,000 കോടി രൂപയുടെ അധിക നിക്ഷേപം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ മാധ്യമങ്ങൾ ബോധപൂർവം തന്നെ ഈ തെറ്റായ പഠിപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും ഓരോ വിഷയങ്ങളിലും ഇതുപോലെ തെറ്റായ പഠിപ്പിക്കലുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. അതിന് ചില അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും അവർക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയവും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ വിഷയത്തിൽ സത്യം എന്താണ് എന്ന് അറിയിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ചെറിയ ഒരു പോസ്റ്റ് ഇട്ടു. ഒരു സെൻറ്റൻസിൽ ഇത് ഓഹരി കൈമാറ്റം നടത്തുമ്പോൾ ചെലവാക്കുന്ന പണം നിക്ഷേപമല്ല എന്നും അതുകൊണ്ട് 1 രൂപ പോലും ഇവിടെ നിക്ഷേപം ഉണ്ടായിട്ടില്ല എന്നും ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെതിരെ തെറിയുടെ അഭിഷേകം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഡൽഹിയിലെ ഒരു സീനിയർ ജേർണലിസ്റ്റും കേരളത്തിലെ ഒരു പ്രൊഫസറും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സവിശേഷത. ജേർണലിസ്റ്റിന് ഞാൻ വിശദമായി ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വയ്യായെങ്കിൽ ഇന്നതാണ് ഷെയർ കൈമാറ്റത്തിൻ്റെയും ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് പുതിയ ഷെയർ വാങ്ങിക്കുന്നതും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി. പക്ഷെ അദ്ദേഹം അത് തിരുത്തുവാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ബോധ്യമായി ആകാഞ്ഞിട്ടല്ല, പകരം ഒരു ഇംഗ്ലീഷ് പത്രത്തിലെ ഒരു റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു. ആ റിപ്പോർട്ടിലും തെറ്റാണ് എഴുതിയിരിക്കുന്നത്. കാരണം പത്രങ്ങളെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വ്യാജമായ പഠിപ്പിക്കലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹം അയച്ചു തന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, പത്രങ്ങളായത് ഈ പറയുന്നതൊക്കെ തെറ്റാണ്, വസ്തുത ഇതാണ്, അത് സാങ്കേതികമായിട്ടുള്ള അറിയാവുന്നവരോട് പരിശോധിക്കണം, അല്ലെങ്കിൽ അത് പരിശോധിക്കാനുള്ള എളുപ്പം പരിശോധിക്കാനുള്ള ഗൂഗിളും ഒക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അതിന് തയ്യാറാകാതെ അദ്ദേഹം വീണ്ടും തൻ്റെ ഈ തെറിയഭിഷേകത്തിൻ്റെ ഭാഷയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മെ അസ്വസ്ഥതപ്പെടുത്തേണ്ട ഗൗരവമായ ഒരു വിഷയമാണ്. ജനങ്ങൾ ഇന്ന് വിഷയങ്ങൾ പഠിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ്. ഇവരെല്ലാവരും ബഹുഭൂരിപക്ഷം പേരും ബോധപൂർവം തെറ്റായ പഠിപ്പിക്കലുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലമായിട്ട് ജനങ്ങളെ ഇരുണ്ട നൂറ്റാണ്ടിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ മൊത്തത്തിൽ. ഇത് സമൂഹത്തിന് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തെക്കുറിച്ച് തെറ്റ് ഉണ്ടാകുക, തെറ്റായ ധാരണകൾ ഉണ്ടാകുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ തെറ്റ് വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ തയ്യാറാകാത്ത ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഓരോ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. പക്ഷേ വസ്തുതാപരമായ ചില കാര്യങ്ങളുണ്ട്, അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. സൂര്യനെ നോക്കിക്കൊണ്ട് ഇപ്പോൾ രാത്രിയാണ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇരുണ്ട യുഗത്തിലേക്ക് സമൂഹത്തെ തള്ളിമാറ്റുന്ന ഈ പ്രതിഭാസം, ഈ അവസ്ഥയെ സംബന്ധിച്ച് ജനങ്ങൾ ബോധവാന്മാരാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.